ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് സിനിമയാണ്. തമിഴ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. പ്രദീപ് രംഗനാഥ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്യാനുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും മാർച്ച് മാസം 21-ാം തീയതി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാന്നുള്ളതാണ്. അടുത്ത സിനിമ എന്നുള്ളത് HR OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് പ്രഖ്യാപിച്ച ഒരു സിനിമയായിരുന്നു, മലയാള സിനിമയായിരുന്നു മഹാറാണി എന്ന് പറഞ്ഞ സിനിമ. ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഈ ഒരു സിനിമ. അതിനെക്കുറിച്ചുള്ള വേറെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമ TV പ്രീമിയർ ആയിട്ട് വരാൻ പോവുകയാണ്. ഫ്ലവേഴ്സ് ചാനലാണ് ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്ന് വരും എന്നുള്ളത് ഇത് അപ്ഡേറ്റ് വന്നിട്ടില്ല. സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത് ഫ്ലവേഴ്സ് ചാനൽ ആണെന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഈദ് സ്പെഷ്യലായിട്ട് ഫ്ലവേഴ്സ് ചാനൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, മഹാറാണി എന്ന സിനിമ. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റൂം നെക്സ്റ്റ് ഡോർ എന്നാണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഔട്ട് റൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദ ഔട്ട് റൺ. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഷോഷാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. 2011 റിലീസ് ചെയ്ത സിനിമയാണ്. ഡ്രൈവ് ആംഗ്രി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഫാന്റസി ത്രില്ലർ ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് MX പ്ലെയറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് നമ്മുടെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്റർ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈദ് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഈ സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നതായിരിക്കും. മനോരമ മാക്സ് കൂടാതെ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത ധനുഷ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറഞ്ഞ സിനിമ. നീക്ക് എന്നാണ് ഈ ഒരു സിനിമയുടെ ഒരു ഷോർട്ട് ഫോം വരുന്നത്. നിലാവുക്ക് എന്മേൽ എന്നടി കോപം. ഒരു കമ്മിങ് ഏജ് ഓഫ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ധനുഷാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പവിഷ്, അനിക സുരേന്ദ്രൻ, പ്രിയ പ്രകാശ് വാര്യർ, മാത്യു തോമസ്, വെങ്കടേഷ് മേനോൻ, റബിയ കാറ്റൂൺ, രമ്യ രംഗനാഥ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ്. ഇപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ട് കഴിഞ്ഞു. മാർച്ച് മാസം 21-ാം തീയതി ഡ്രാഗൺ എന്ന സിനിമയുടെ കൂടെ തന്നെ ആമസോൺ പ്രൈമിൽ പിന്നെ എന്താ പറയുക ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. സിംപ്ലി സൗത്തിലുണ്ട്. ആമസോൺ പ്രൈം കൂടാതെ സിംപ്ലി സൗത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.